നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവനെ മഞ്ജുവിന് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. മോളെ, നീ എന്തൊക്കെയായി പറയുന്നു? കല്യാണം കഴിഞ്ഞ് ഗിരി വിടവെന്ന് പറഞ്ഞതൊക്കെ നീ മറന്നോ? നീ അവനോട് കാണിച്ച സ്നേഹമൊക്കെ അവൻ തട്ടിക്കളഞ്ഞില്ലേ? അവൻ നിന്നെ ചതിക്കല്ലേ മോളെ ചെയ്ത്? അങ്ങനെ ആരുടെ സ്നേഹം കിട്ടാത്തതിന് നീ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നു? അവനോട് പോകാൻ പറ. നിന്നെ അവന് കിട്ടാത്തത് അവന്റെ നഷ്ടമാണെന്ന് അവന് പിന്നീട് മനസ്സിലാക്കും. അതാണ് അവനുള്ള ശിക്ഷ. എനിക്ക് അവനെ ശിക്ഷിക്കാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല അച്ഛാ. സത്യത്തിൽ മഞ്ജുവാണ് ഞങ്ങൾ രണ്ടുപേരെയും ചതിച്ചത്. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചറിയുന്നുണ്ട്. ഗിരിയും മഞ്ജു ഇപ്പൊ സന്തോഷത്തിലല്ല. അവർ തമ്മിൽ ഫസ്റ്റ് നൈറ്റ് പോലും നടന്നിട്ടില്ല. ഇതൊക്കെ നീ എങ്ങനെ അറിയുന്നു? സ്വപ്ന പറഞ്ഞതാ. അവിടെ നടക്കുന്നതെല്ലാം എന്നെ വിളിച്ചു പറയാൻ ഞാൻ അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഗിരിക്ക് മഞ്ജു അവനെ ചതിച്ചതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അവൻ അതിൽ നല്ല വിഷമമുണ്ട്. ഇപ്പൊ വിഷമിച്ചിട്ട് എന്ത് കാര്യം? അവൻ മറ്റൊരാളുടെ ഭർത്താവല്ലേ? അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. മഞ്ജുവിനെ കല്യാണം കഴിച്ചതൊരു അബദ്ധമാണെന്ന് ഗിരിക്കറിയാം. അവന്റെ ഈഗോ കാരണം അവനെ സമ്മതിക്കാത്തതാ. ആ ബന്ധത്തിന് അധികം ആയുസില്ല. വൈകാതെ അവര് തമ്മിൽ വേർപിരി. എന്നിട്ട് ഒന്ന് കെട്ടി അവനെ കല്യാണം കഴിക്കാനാണ് നിന്റെ പരിപാടി? ഞാനതിന് സമ്മതിക്കില്ല. എനിക്ക് അച്ഛന്റെ അവസ്ഥ മനസ്സിലാവും. നാട്ടിൽ അച്ഛന് വലിയ നിലയും വിലയും ഉണ്ട്. ഞാൻ ഗിരിയെ സ്വീകരിച്ച അച്ഛനത് നഷ്ടമാവും. പക്ഷെ എനിക്കത് ചെയ്തേ പറ്റൂ. അച്ഛൻ പറഞ്ഞതുപോലെ ഗിരിയും കൊണ്ട് ഞാൻ ബാംഗ്ലൂരിലേക്കോ മറ്റെവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അച്ഛന്റെ കൺവെട്ടത്തേക്ക് പോലും ഞാനോ ഗിരിയോ വരില്ല. ഗിരിയെ മറക്കാൻ ഇനി അച്ഛൻ എന്നോട് പറയരുത്. എനിക്ക് അച്ഛനെ ധിക്കരിക്കേണ്ടി വരും. ഞാൻ ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. അച്ഛൻ എന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിക്കോളാം. ഞാൻ സഞ്ജുവിനെ പോലെ അല്ല. സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. മോളെ, നീ ഇങ്ങനൊന്നും സംസാരിച്ച് അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. നിന്റെ എന്തെങ്കിലും ആഗ്രഹത്തിന് അച്ഛനെതിരെ നിന്നിട്ടുണ്ടോ? നീ ഈ തീരുമാനത്തിലേക്ക് എടുത്തിയാടിയതാന്ന് തോന്നിയതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ നിന്റെ ജീവിത പങ്കാളി ആരാന്ന് തീരുമാനിക്കാൻ അച്ഛനൊരു ഉദ്ദേശവുമില്ല. മോക്ക് ശരിയെന്ന് തോന്നുന്നത് മോൾ ചെയ്തു. താങ്ക് യു അച്ഛാ. കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇവക്ക് ഗിരിയെ വെറുതെ വിട്ടൂടെ? ഇത്രയ്ക്കും തലയ്ക്ക് പിടിച്ച പ്രേമമുണ്ടോ? ഇവളെന്റെ BP കൂട്ടാൻ വേണ്ടി ജനിച്ചവളാ. അമ്മ വരാൻ വൈകിയല്ലോ. ഒരു മജിസ്ട്രേറ്റിന് എന്തൊക്കെ തിരക്കുകൾ ഉണ്ടാകുമെന്ന് നിനക്കറിയാത്തതല്ലോ. അതോ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ അഭിനയിക്കുന്നതാണോ? അമ്മ എന്തിനാ ദേഷ്യപ്പെടണേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന മജിസ്ട്രേറ്റ് ഗൗരിയുടെ മകൻ ഒരു കേസില്ലാ വക്കീലായി നടക്കുന്നത് കണ്ട് സന്തോഷിക്കണോ? എന്റെ മകൻ കോടതിയിൽ ഗർജിക്കുന്ന സിംഹമാകുമെന്നാ ഞാൻ സ്വപ്നം കണ്ടത്. പക്ഷേ നിനക്ക് ഇവിടെ ഇരുന്ന് ചപ്പാത്തി പരത്താൻ മാത്രമേ കഴിയൂ. മതി, നിർത്ത്.
അമ്മയോട് ഒരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സീരിയലിൽ അഭിനയം കഴിഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ്യൂമും കഥാപാത്രമൊക്കെ സെറ്റിൽ വെച്ചിട്ട് വരണമെന്ന്. അതെ, ഈ വീട്ടിലെ എന്റെ അമ്മയായിട്ട് കയറിയാ മതി, അല്ലാതെ ജസ്റ്റിസ് ഗൗരിയമ്മ ആവണ്ട. എന്ത് ചെയ്യാനാ മോനെ, ചില കഥാപാത്രങ്ങളിൽ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ വിട്ടുപോകാൻ വലിയ പാടാ. കഥാപാത്രോ? ഇപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെയല്ലേ പോകുന്നത്? ഇന്ന് ഡയലോഗ് ഉണ്ടായിരുന്നോ അതോ അങ്ങ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നോ? 3 ഡയലോഗ് ഉണ്ടായിരുന്നടാ. ആഹാ, എന്നാ പറ, കേക്കട്ടെ കേക്കട്ടെ. ഓർഡർ ഓർഡർ, പിന്നെ ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്, പിന്നെ ഒബ്ജക്ഷൻ ഓവർ. പുരോഗതി ഉണ്ട്, പുരോഗതി ഉണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല മോനെ. കുട്ടിക്കാലം മുതലേ എനിക്ക് വലിയൊരു നടിയാകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ആരുടെയൊക്കെയോ വീട്ടിൽ ജോലി ചെയ്താണ് ഞാൻ കളഞ്ഞത്. കുടുംബത്തിന്റെ പ്രാരാബ്ദവും സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതിരുന്നത് കൊണ്ടും വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ നീ എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാത്തിനും ഒരു ധൈര്യമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് ഞാൻ സ്വപ്നം കണ്ട പോലെ അഭിനയിക്കണം. റോള് എത്ര ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. എന്റെ മനസ്സില് ഞാനൊരു നടിയല്ലേ. അമ്മയുടെ അഭിനയത്തിനൊക്കെ ഞാൻ ഫുൾ സപ്പോർട്ടാ. പക്ഷെ ദയവേത് കഥാപാത്രത്തിനൊക്കെ വീടിന് പുറത്തു വെച്ചേക്കണം. അതെങ്ങനെയാ മോനെ? ഞാൻ മെത്തേഡ് ആക്ടിംഗ് അല്ലേ പഠിച്ചത്. അപ്പോ കഥാപാത്രമായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. ഇതൊക്കെ സഹിക്കുന്നതേ ഞാനല്ലേ. ഈ കോമാളിത്തരൊക്കെ എനിക്ക് കണ്ടു നിൽക്കാനേ പറ്റുന്നില്ല. നാട്ടുകാരെങ്ങനെയാണ് TV കാണുന്നത്? എടാ മോനെ, നീ എന്നെ അങ്ങനെ കൊച്ചാക്കണ്ട. ഈ ഗൗരിയമ്മയ്ക്ക് നാട്ടിൽ ഫാൻസ് ഉണ്ട്. ഓൺലൈനിൽ എനിക്ക് 2500 ഫോളോവേഴ്സ് ഉണ്ട്. നിനക്ക് എത്രയുണ്ട്? അതെ, അമ്മ ജോലി കഴിഞ്ഞ ആകെ ക്ഷീണിച്ചില്ലേ? പോയി കുളിച്ചിട്ടോ, ചെല് പെട്ടെന്ന്. ഞാൻ അപ്പോഴത്തേക്കേ റെഡിയാക്കാം. ഓ ചൂടാ. അമ്മയ്ക്ക് വരെ നാട്ടിൽ ഫാൻസായി. എന്റെ ജീവിതം ഇങ്ങനെ ചപ്പാത്തി പരത്തി തീരുവല്ലോ എന്റെ ദൈവമേ. ഇതെന്തുവാടേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? നീ ഫ്രീ ആണെങ്കിലേ ഒരു 5 പരത്തിത്താ. പിന്നെ അവനവനെ ഇരുന്നങ്ങ് പരത്തിയാ മതി. സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞ് ഞണ്ണാൻ വരുമ്പോഴേ ഒരുമാതിരി കുറ്റം പറഞ്ഞോണ്ടല്ലോ, നിനക്ക് തരുന്ന കാപ്പി ഞാൻ വിമ്മ് കലക്കി തരും. എനിക്ക് നിന്റെ ചപ്പാത്തി വേണ്ട, ഞാൻ ബാറിലേക്ക് പോവാ, അവിടുന്ന് കഴിച്ചോളാം. അല്ല, നീ ബാറിൽ നിന്ന് കഴിക്കല് മാത്രമാണോ അല്ല അടിക്കലും ഉണ്ടോ? അടിക്കാറുണ്ട്. അനിപ്പെന്താ? എടാ, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. സാധാരണ ആളുകള് കല്യാണം കഴിഞ്ഞാൽ കൂടി നിർത്താറാ മതി. ഇത് കല്യാണം കഴിഞ്ഞ ഡെയിലി അടിയാണല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? വീട്ടിൽ ചെന്ന് ഞാൻ കിടക്കേണ്ടതേ എന്റെ അച്ഛനെ കൊന്ന വർഗത്തിൽപ്പെട്ട ഒരുത്തിയുടെ കൂടെ. അതിനുള്ള മനസ്സ് വരാൻ വേണ്ടിയാ 2 അടിച്ചിട്ട് പോകുന്നത്. അല്ല, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? നിന്നോട് മഞ്ജു പരാതി വല്ലതും പറഞ്ഞോ? അവളൊന്നും പറഞ്ഞൊന്നുമില്ല. എടാ, എനിക്ക് നിന്നോട് ഒരുപാട് കടപ്പാടുണ്ട്. വക്കീല് പണി കൊണ്ട് മാത്രം എന്റെ ചിലവുകളെല്ലാം നടക്കൂലെന്ന് അറിയാവുന്നതുകൊണ്ടാ നീ ബാറിലെ പണി എനിക്ക് വാങ്ങിച്ചു തന്നത്. പിന്നെ ഈ വീട് പോലും നിന്റെ കാരണം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഇത്രയും വലിയ വീട്ടില് നിസ്സാരമായ വാടകയ്ക്ക് താമസിക്കാൻ നിന്റെ മുതലാളി സമ്മതിക്കില്ല. അങ്ങനെ ഒരു നല്ല കൂട്ടുകാരന്റെ ലിവർ അടിച്ച് പോകണ്ടെന്ന് കരുതി പറഞ്ഞതാ. പിന്നെ ഒരു കാര്യം കൂടി, മഞ്ജുവുമായിട്ട് യാതൊരു തരത്തിലും ബന്ധം വെക്കണ്ട എന്നല്ല നിന്റെ തീരുമാനം? അതെന്റെ തീരുമാനമല്ല, വാശിയാ. ആ വാശി നടക്കണമെങ്കിലേ കുടി നിർത്തുന്നതാ ബുദ്ധി. അതിനും കുടിയായിട്ട് എന്താ ബന്ധം? എടാ, നീ കുടിച്ചിട്ട് കയറി ചെല്ലുന്നതേ അവളും കൂടിയുള്ള ബെഡ്റൂമിലേക്കാ. മദ്യലഹരിയിൽ ക്ഷീണിച്ചു വരുമ്പോ തൊട്ടടുത്ത് കിടക്കുന്ന സുന്ദരിയായ ഭാര്യയെ കണ്ട് നിന്റെ മനസ്സിന് ചാഞ്ചാട്ടം സംഭവിച്ചാലോ?